പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ദിവസം റമദാൻ 3-നാണ്. മഹദിയുടെ വഫാത്തിന് തൊട്ടു മുമ്പ് അവിടുത്തെ ഭർത്താവായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമായിട്ട് നടത്തുന്ന സംഭാഷണം വളരെ ശ്രദ്ധേയമാണ്. ഏതൊരു വിശ്വാസിയെയും കരയിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഭാഷണമായിരുന്നു ഈ മാതൃകാ ദമ്പതികൾ അവസാനമായി നടത്തിയ ഈ സംഭാഷണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് വന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തകൃതിയായി വീട്ടുജോലികളൊക്കെ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ കുളിപ്പിക്കുന്നു, അതുപോലെ തന്നെ തലതോർത്തി കൊടുത്ത് വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നു. ഇതിനിടയിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. അല്ലാത്ത സമയത്തൊക്കെ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്ന മഹദിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല. അലി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. മഹാൻ ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും എന്തുകൊണ്ട് ഇതുവരെ മിണ്ടിയില്ല? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം. കേട്ട ഉടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൊണ്ടുപോകാൻ കഴിയില്ല. ആ സമയത്ത് വളരെ സ്നേഹത്തോടുകൂടി അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? മടക്കം എപ്പോഴാണ്? അപ്പോൾ മഹദി പറഞ്ഞു, ഖിയാമത്ത് നാളാകുന്നത് വരെ മടങ്ങി വരാത്ത ഒരു പോക്കാണ് ഞാൻ പോകുന്നത്. ഈ പെട്ടെന്നുള്ള മറുപടി കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു തരിച്ചുപോയി. എന്താ ഫാത്തിമ ഈ പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ, കാണാൻ പൂതി പെരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും ഉപ്പ എന്നോട് പറഞ്ഞു. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടു പോവുകയാണ്. എന്ത് പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ കരഞ്ഞു. കൂടെ ഫാത്തിമ ബീവിയും വിതുമ്പിക്കൊണ്ട് വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് നല്ല 2 മക്കളെ സമ്മാനിച്ച, കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ, അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പുന്നാര നബിയുടെ മകൾ അലി റളിയല്ലാഹു അൻഹു ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. മരണം വരുമെന്നറിയാം, പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയുന്നതല്ല. കവിൾ നനഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ, നീ പോവുകയാണല്ലേ? നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുന്ന സമയത്ത് എനിക്കും തങ്ങൾ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം. പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നെപ്പറ്റി പരാതി പറഞ്ഞേക്കരുത്. ഞാനൊരു പാവമാണ്, എല്ലാം പൊരുത്തപ്പെടണം. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നന്മകളില്ലാതെ ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാവത്തെയും പരിഗണിക്കാൻ മുത്തുനബിയോട് പറയണം. ചങ്ക് പൊട്ടിപ്പോകുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് താങ്ങാനാവാതെ വിതുമ്പുകയാണ് ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവർ പറഞ്ഞു, അലിയാരെ തങ്ങളെ, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നതും മറമാടുന്നതും നിങ്ങൾ തന്നെയായിരിക്കണം. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ വല്ലാതെ വിഷമിക്കും, അനാഥരാകും. അതുകൊണ്ട് യതീം മക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം. കൂടെ എന്നെയും ഓർക്കണം. എന്നെ നിങ്ങൾ മറക്കരുത്. എനിക്കും പൊരുത്തപ്പെട്ടു തരണം. അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഓ സമൂഹമേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സിറാത്ത് പാലം കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ അടക്കുക. ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ്. ഓർമ്മകളും വിരഹങ്ങളും പറഞ്ഞുകൊണ്ട് അവസാനമായി 2 പേരും ധാരാളം കണ്ണീർ വാർത്തു. പിന്നീട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പരിചാരകയോട് പറഞ്ഞു, ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത്. ഞാൻ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ച് കിടന്നു. ഭൂമി കരഞ്ഞ ആ സമയമായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും അവിടുത്തെ നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാര മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വേർപാടിൽ ആകാശം കരഞ്ഞു, ഭൂമി പിടച്ചു, സർവ്വജീവജാലങ്ങളും വിതുമ്പി. പെട്ടെന്ന് ഒത്തുപള്ളിയിലേക്ക് പോയിരുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ തിരികെ വന്നു. യാ ഉമ്മി, ദുഹാ നിസ്കരിക്കാൻ സമയമായി, എഴുന്നേൽക്കൂ ഉമ്മ. പൊന്നുമ്മ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ. ഉമ്മയുടെ മുഖത്തുള്ള തുണി നീക്കിയപ്പോൾ വേദനയോട് അവർ മനസ്സിലാക്കി, ഇല്ല, ഇനി ഉമ്മ തിരിച്ചു വരില്ലെന്ന്. 2 പേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുഭാഗത്തും കൂടിയവരൊക്കെ വിതുമ്പി. മദീന മുഴുവൻ കരഞ്ഞ ദിവസം. വിവരമറിഞ്ഞ് പള്ളിയിൽ നിന്നെത്തിയ അലി റളിയല്ലാഹു അൻഹു പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അലി, ഫാത്തിമ സ്വർഗത്തിലും നിങ്ങളുടെ ഭാര്യയായിരിക്കും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ മയ്യിത്ത് പരിപാലനം നടന്നു. ജീവിതകാലത്ത് അന്യപുരുഷന്മാരാരും ഫാത്തിമ ബീവിയുടെ ആവർത്ത് കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെ. 29-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുന്നത്.